നുറുക്ക് ഗോതമ്പ് ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കാം. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ബ്രോക്കൺ വീറ്റ്, 1/4 കപ്പ് അവൽ പോഹ, 1/4 കപ്പ് ഉഴുന്ന് ഇത്രയും തരിതരിപ്പായി പൊടിക്കാം. ഈ പൊടിയും 1 കപ്പ് തേങ്ങയും ഉപ്പും ചേർത്ത് ഇഡ്ഡലിയുടെ പാകത്തിന് കട്ടിയായി അരച്ച് 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാം. കൂടെ കഴിക്കാൻ മല്ലിയില ചട്നി ഉണ്ടാക്കാം. 1 സ്പൂൺ എള്ള്, 6 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, 1 പച്ചമുളക് വറുത്ത് മണം വരുമ്പോൾ 1/2 കപ്പ് തേങ്ങ കൂടെ വറുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കറിവേപ്പില മല്ലിയില ചേർത്ത് തണുത്ത ശേഷം വഴറ്റിയ ടൊമാറ്റോയും ഉപ്പും ചേർത്ത് അരച്ച് കടുക്, ഉള്ളി, കറിവേപ്പില താളിച്ച് ചേർക്കാം. ഇനി ഈ മാവ് കൊണ്ട് സാധാരണ പോലെ ഇഡ്ഡലി ഉണ്ടാക്കാം. വെള്ളം ചേർത്ത് ഈ മാവൊന്ന് ലൂസാക്കി നല്ലെണ്ണ ഗ്രീസ് ചെയ്ത് ദോശയും ഉണ്ടാക്കാം. ധാരാളം നാരുകൾ അടങ്ങിയ മുഴുവൻ ഗോതമ്പ് തടി കുറയ്ക്കാനും രക്തം ശുദ്ധീകരിക്കാനും ദഹനശേഷി കൂട്ടാനും സഹായിക്കും. ഇത് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രുചിയും അതുപോലെ ഗുണവും കിട്ടും.